ഇപ്പൊ ഈ കുട്ടികൾ കൂടുതലായിട്ട് മൊബൈൽ ഫോൺ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് യൂട്യൂബിലെ ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് ഒക്കെ പോലെ. അപ്പൊ ഇത് അവരുടെ ബുദ്ധി വളർച്ചയെ ബാധിക്കും. എന്നിട്ട് നമ്മൾ ഷോർട്സാ കൊടുക്കാൻ പോകുന്നത്. അവര് അതിന്റെ അടിയിൽ എഴുതി ചോദിക്കും, പിന്നെ നിങ്ങൾ എന്തോ എടുക്കുന്നത്. കണ്ടിന്യൂ. ഓക്കെ, കം ടു ദ പോയിന്റ്. കൂടുതൽ നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ നമ്മൾ നോക്കി കൊച്ചു കുട്ടികൾക്ക് ഇപ്പം നമ്മൾ അവരെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ഇതാ പിടിച്ചോ മൊബൈലിൽ നോക്കിക്കൊണ്ട് നമ്മൾ വായിക്കാത്തോട്ട് ഫുഡ് കുത്തിക്കയറ്റി ഭയങ്കര വാശിയാണ്, പറഞ്ഞാൽ കേൾക്കുന്നില്ല, മൊബൈൽ കൊടുത്താൽ അവിടെ ഇരിക്കും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പം ഇപ്പം ആക്ച്വലി ദർ ഇസ് എ കണ്ടീഷൻ കോൾഡ് എസ് വെർച്വൽ ഓട്ടിസം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇങ്ങനെ ഓട്ടിസത്തിൽ നമ്മൾ ബാക്കി ആളുകളോട് ഇൻറ്ററാക്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ അതുപോലെ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് നമ്മൾ ഫോണൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഇൻട്രാക്ഷൻ ഒരുപാട് സോഷ്യൽ ഇൻട്രാക്ഷൻ അങ്ങ് കുറയും. എന്നിട്ട് അവർക്ക് ഈ ലാംഗ്വേജിലൊന്നും അല്ല, ഈ ഇതിലെ ആ വിഷ്വൽ ഇതിൽ മാത്രമാണ് ശ്രദ്ധ. അപ്പം ഈ വെർച്വൽ ഓട്ടിസം ഭയങ്കര കോമൺ ആവുന്നത് കൊച്ചു കുട്ടികളുടെ ഒരു റീസൺ ഈ ഒരുപാട് ഇത് കാണുന്നതുകൊണ്ടാണ്. അതെ അവർക്ക് ആ വിഷ്വൽ ഇൻട്രാക്ഷൻ അതാണല്ലോ ഏറ്റവും നമുക്ക് ആ തങ്ങി നിൽക്കുന്ന മനസ്സിൽ. അപ്പം അത് മാത്രം. അപ്പം പിന്നെയും ഇപ്പം എയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു വീഡിയോ കാണുവാണെങ്കിൽ അത് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ടൈപ്പ് തന്നെ നമുക്ക് പിന്നെയും കാണിച്ചുകൊണ്ട് സജഷൻസ് വരും. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെയും കാണും, കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനുള്ള മറ്റൊരു പ്രശ്നം, കുറച്ചും കൂടെ ഒരു ഓൾഡർ ആൾക്കാർക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ അറ്റൻഷൻ സ്പാന് കുറയും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഡിജിറ്റൽ മീഡിയയുടെ ഓവർ യൂസ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോഗ്നിഷൻ ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് മാത്രമല്ല, ഈവൻ അഡൽട്ടിലും. ഇപ്പോൾ പണ്ടുള്ള ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് ഡിജിറ്റൽ ഡിമെൻഷ്യ എന്നൊരു എൻറ്റിറ്റി വേണമെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. പണ്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും നമ്മുടെ ബ്രദർ സിസ്റ്റർ എല്ലാവരുടെയും ഫോൺ നമ്പർ ഓർമ്മയുണ്ട്. ഇപ്പൊ ആർക്കും അവനവന്റെ ഫോൺ നമ്പർ പോലും ഓർമ്മയില്ല. സ്വന്തം നമ്പർ മറ്റേ അച്ഛൻ്റെ ഫോൺ നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ ഓക്കെ ഇതിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന്റെ ഫോൺ നമ്പർ ആർക്കും ഓർമ്മയില്ല. മെമ്മറി സ്പാനിനെ എല്ലാം ബാധിക്കുന്നുണ്ട്. സോ ദർ ഇസ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ, ഡിജിറ്റൽ ഡിമെൻഷ്യ എല്ലാം ഭയങ്കര കോമൺ ആണ്.